ഞാനിന്നൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ 2024 നീറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിനികൾക്കും അതിലുപരി അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടായേക്കാവുന്ന ഒരുപാട് ആകുലതകൾക്ക്, അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. അപ്പോൾ എൻ്റെ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ചേരും. ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കും. അതെന്തിനെക്കുറിച്ചാണെന്ന് ഈ യാത്രയിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പോവല്ലേ? നമ്മൾ എ ബ്ലോക്കിൽ നിന്നാണ് ഞാൻ വണ്ടിയിൽ കയറിയത്. അതുകൊണ്ടാണ് കാറിൽ വരേണ്ടി വന്നത്. നമ്മുടെ സി ബ്ലോക്കിൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്റ്റലിൻ്റെ മുന്നിലേക്കാണ് ഞാൻ ആദ്യം എത്തിയിരിക്കുന്നത്. ഏതാ ഹോസ്റ്റൽ എന്ന് അറിയണ്ടേ? നമ്മുടെ എമറാൾഡ് ഹോസ്റ്റൽ. ഒരുപക്ഷെ ഒരു പിടി ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ടേകിയ, രാത്രിയും പകലുമില്ലാതെ അവരധ്വാനിച്ച ഓരോ മുറികളും അവരുടെ നൊസ്റ്റാൾജിക് ഓർമ്മകളിൽ തിങ്ങി നിൽക്കുമ്പോഴും ഇനി വരുന്ന കുട്ടികൾക്കും അതുപോലെ പ്രചോദനമായി സി ബ്ലോക്കിനോട് ഏറ്റവും ചേർന്നുള്ള എമറാൾഡ് ഹോസ്റ്റൽ. ആറ് നിലകളിലായി അതിവിശാലമായ ബ്രില്യൻറ്റിൻ്റെ എമറാൾഡ് ഹോസ്റ്റൽ. ഒരു മുറിയിൽ 2 കുട്ടികൾ ഉള്ള റൂമുകളുണ്ട്, 3 കുട്ടികളുള്ള റൂമുകളുണ്ട്. ഒരുപക്ഷെ 4 കുട്ടികളെ അഫോർഡ് ചെയ്യാൻ പറ്റിയ വലിയ റൂമുകളും ഈ എമറാൾഡ് ഹോസ്റ്റലിൻ്റെ പ്രത്യേകതയാണ്. ഓരോ ഫ്ലോറിനും ഓരോ വാർഡന്മാർ അവൈലബിൾ ആണ്. ഓരോ കുട്ടിയുടെയും പഠനത്തിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഏറ്റവും വേഗത്തിൽ സഹായം എത്തിക്കാനായി അവരോടൊപ്പം ഓരോ ഫ്ലോറിലും വാർഡന്മാർ എല്ലാ ഹോസ്റ്റലിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എമറാൾഡ് ഹോസ്റ്റലിന് ഏറ്റവും അടുത്തായി ഞങ്ങളുടെ ബ്ലൂബെൽ റെസിഡൻസി. ഒരുപക്ഷെ ഹോസ്റ്റൽ ജീവിതം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ആദ്യത്തെ കൺസേൺ ഫുഡ് ആയിരിക്കാം. ഏറ്റവും ഹൈജീനിക്കായി, ഏറ്റവും ന്യൂട്രീഷ്യസ് ആയി വീട്ടിൽ എങ്ങനെയാണോ നമുക്ക് ഫുഡ് ലഭിക്കുന്നത് അതേ രീതിയിൽ യൂണിഫോമായാണ് ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽ ഫുഡ് മെനു. എല്ലാ ഹോസ്റ്റലുകളിലും ഒരുപോലെ തന്നെ ഏറ്റവും ഡെലീഷ്യസ് ആയിട്ട്, ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള വിഭവങ്ങൾ കുട്ടികളെയും കാത്ത് എല്ലാ ഹോസ്റ്റലിലും ഉണ്ട്. അതുകൊണ്ട് ഫുഡിനെ കുറിച്ചുള്ള വിഷമങ്ങൾ, ആകുലതകൾ നമുക്ക് മറക്കാം. ബ്രില്യൻറ്റിൻ്റെ സി ബ്ലോക്കിനോട് ഏറ്റവും ചേർന്ന മറ്റൊരു ഹോസ്റ്റൽ ഞങ്ങളുടെ മാരിഗോൾഡ്. ഒരുപക്ഷെ ഓൾ ഇന്ത്യ തലത്തിൽ ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ച ഒരുപാട് വിദ്യാർത്ഥിനികൾ അവരുടെ സ്വപ്നങ്ങൾ നെയ്ത, അതിനുവേണ്ടി പരിശ്രമിച്ച മറ്റൊരു ഹോസ്റ്റൽ. ഞങ്ങളുടെ എല്ലാ ഹോസ്റ്റലുകളുടെയും മറ്റൊരു പ്രത്യേകത 24 മണിക്കൂറും ലഭിക്കുന്ന മെഡിക്കൽ സപ്പോർട്ടാണ്. ബ്രില്യൻറ്റിനോട് ചേർന്ന് തന്നെ ഡോക്ടറും നഴ്സും അവൈലബിൾ ആണെങ്കിലും ആശുപത്രിയിൽ പോകേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ 24 മണിക്കൂറും അവരെ അതിലേക്ക് എത്തിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ നഴ്സുമാരും അതുപോലെ തന്നെ വാർഡന്മാരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ലഭിക്കുന്ന അതേ സൗകര്യങ്ങൾ, അതേ മെഡിക്കൽ കെയർ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഹോസ്റ്റലുകളും നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ബ്രില്യൻറ്റിന് ചുറ്റും ഒരു സർക്കിൾ വരച്ചാൽ മാരിഗോൾഡിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ മറ്റൊരു ഹോസ്റ്റൽ പേൾ അപ്പാർട്ട്മെൻറ്റ്സ്. ഒരു പക്ഷേ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഹോസ്റ്റലുകളിലും ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും 4 ചുമരുകൾക്കുള്ളിലിരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കായി അതിവിശാലമായ AC ആൻഡ് നോൺ AC സ്റ്റഡി ഹാൾസ് എല്ലാ ബ്രില്യൻറ്റ് ഹോസ്റ്റലുകളുടെയും പ്രത്യേകതയാണ്. ബ്രില്യൻറ്റിൻ്റെ ഡയമണ്ട് ബ്ലോക്കിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന മറ്റൊരു ഹോസ്റ്റൽ ഏഞ്ചൽ. ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലുകളുടെ മറ്റൊരു പ്രത്യേകത അതിവിശാലമായ ലൈബ്രറി ഫെസിലിറ്റിയാണ്. എല്ലാ ഹോസ്റ്റലുകളിലും ലൈബ്രറി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളിലെയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഉള്ളതാണ്
ബെർലിൻ ഹോസ്റ്റലുകളുടെ ലൈബ്രറി. ഏത് രാത്രിയായാലും കുട്ടികൾക്ക് എന്ത് സംശയം വന്നാലും ഉടനടി അവരുടെ സംശയ നിവാരണത്തിനായി അത്തരം ബുക്കുകൾ ഉപയോഗിക്കുകയും ലൈബ്രറിയിൽ തന്നെ ചെന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും മെജോറിറ്റി ഹോസ്റ്റലുകളിലും ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് സ്റ്റഡി ഹാളിലോ റൂമിലോ വന്നിരുന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യം ബെർലിനിൻ്റെ എല്ലാ ഹോസ്റ്റലുകളിലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഏഞ്ചലോ ഹോസ്റ്റലിന് തൊട്ടടുത്തായി അടുത്ത ഹോസ്റ്റൽ നടക്കൽ റെസിഡൻസി. ഒരു പക്ഷേ ഹോസ്റ്റലിൽ അഡ്മിഷൻ തേടുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മറ്റൊരു പ്രൈം കൺസേൺ അവരുടെ സുരക്ഷയാണ്. ബെർലിനിൻ്റെ എല്ലാ ഹോസ്റ്റലുകളിലും 24 hours സെക്യൂരിറ്റി സപ്പോർട്ടും അതുപോലെ തന്നെ 24 hours CCTV സർവലൻസും ലഭ്യമാണ്. സുരക്ഷയെക്കുറിച്ച് ഒരു ആകുലതയുമില്ലാതെ ഏറ്റവും ധൈര്യമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങോട്ടേക്ക് കടന്നു വരാം. നടക്കലിനടുത്തായി ഞങ്ങളുടെ അടുത്ത ഹോസ്റ്റൽ റെസിഡൻസ് കുറുമുണ്ട. ഒരു പക്ഷേ വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി പഠിക്കുന്നതാണ്. അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അധ്യാപകനോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി സ്വപ്നങ്ങളിലേക്ക് ഓടിയെത്താൻ ബെർലിനിൻ്റെ ഓരോ ഹോസ്റ്റലുകളും പഠനാന്തരീക്ഷം ഒരുക്കിയിരിക്കുന്നു. അത് ഓരോ കുട്ടിയുടെയും സ്വപ്നങ്ങളെ അതിവേഗം കൈപ്പിടിയിലൊതുക്കാൻ സഹായിക്കും. ഞങ്ങളുടെ ഡയമണ്ട് ബ്ലോക്കിന് തൊട്ടു മുന്നിലുള്ള റോഡ് മുറിച്ചു കടന്നാൽ ഞങ്ങളുടെ അടുത്ത ഹോസ്റ്റൽ ചാവറ വാലി. ഞങ്ങളുടെ ഹോസ്റ്റലുകളുടെ എല്ലാം ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത നഗരത്തിനോട് ഏറ്റവും അടുത്താണെങ്കിലും നഗരത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളോ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനോ ഒട്ടുമില്ലാത്ത പ്രശാന്തമായ അറ്റ്മോസ്ഫിയറാണ് എല്ലാ ക്യാമ്പസുകളുടെയും മറ്റൊരു മുഖമുദ്ര. കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ തന്നെ ഏറ്റവും ശാന്തമായി പ്രകൃതിയോട് ചേർന്നിണങ്ങിക്കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം ബെർലിൻ ഹോസ്റ്റലുകളെല്ലാം തന്നെ ഉറപ്പു നൽകുന്നു. ബെർലിന് 1 കിലോമീറ്റർ അകലെ ഞങ്ങളുടെ നടുത്തൊട്ടിയിൽ ഹോസ്റ്റൽ. 1 കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട. അല്പ ഡിസ്റ്റൻസിലുള്ള ഹോസ്റ്റലുകളാണെങ്കിൽ കൂടി ബെർലിനിൻ്റെ ഹോസ്റ്റലുകളിലേക്ക് എത്താൻ ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് ബസ്സുകൾ അറേഞ്ച് ചെയ്യപ്പെടുകയും ബസ്സിൽ കയറി അവരുടെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടാതെ പഠനത്തിലേക്ക് തിരിയുവാനും എല്ലാ ഹോസ്റ്റലുകളുടെയും ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി അവരെ സഹായിക്കും. ഞങ്ങളുടെ വൈറ്റ് ഹൗസ് ഗ്രാൻഡ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുന്നേ ഞാൻ പോയി ഡാൻസ് ഒക്കെ കളിച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകണം. ഈ ഒരു എൻവയോൺമെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും റിലാക്സ്ഡായി ഒരു പ്രഷറും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷമാണ് ബെർലിനിൻ്റെ ഓരോ ഹോസ്റ്റലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ മറ്റ് കോലാഹലങ്ങളൊന്നുമില്ലാതെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ ബെർലിനിൻ്റെ ഹോസ്റ്റലുകൾ സഹായിക്കും. സി ബ്ലോക്കിൻ്റെ പുറകിൽ നിന്നും തുടങ്ങിയ ഞാൻ ഏകദേശം എ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ എത്തി നിൽക്കുകയാണ്. എ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഞങ്ങളുടെ ഹോസ്റ്റൽ ലിറ്റിൽ ഫ്ലവർ, അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബെർലിൻ ഹോസ്റ്റലുകളുടെ മറ്റൊരു പ്രത്യേകത 24 hours വൈഫൈ. എന്തിനാണ് വൈഫൈ? ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പാഠഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടായാൽ വീണ്ടും ആ പാഠഭാഗം കാണുന്നതിനായി എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ടോപ്പിക്കിൻ്റെയും വീഡിയോ ക്ലാസ്സുകളും ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇ ലേണിംഗ് ആപ്പ് ടാബ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ടാബ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിലും ഇ ലേണിംഗ് ആപ്പ് വഴി ക്ലാസ്സുകൾ കണ്ട് വീണ്ടും നിങ്ങൾക്ക് മെച്ചപ്പെട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് സംശയം നിവാരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഇ ലേണിംഗ് ആപ്പ് ഉപയോഗിക്കാനുള്ള വൈഫൈ എല്ലാ ഹോസ്റ്റലുകളിലും ലഭ്യമാണ്.
ബെർലിനിൻ്റെ ഗ്ലോറി എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനായി ബെർലിനിൻ്റെ ഹോസ്റ്റൽ ഗ്ലോറിയയും മറ്റെല്ലാ ഹോസ്റ്റലുകൾ പോലെ തന്നെ ഇവിടെ എല്ലാം ഉള്ളൊരു പ്രത്യേകത, എല്ലാ ഹോസ്റ്റലുകളും കീപ്പ് ചെയ്യുന്ന ഒരു യൂണിഫോം സ്റ്റാൻഡേർഡാണ്. അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും ലൈബ്രറി ഫെസിലിറ്റിയുടെ കാര്യത്തിലായാലും വാർഡന്മാരുടെ കാര്യത്തിലായാലും സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ കാര്യത്തിലായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് ഫേസ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാ ഹോസ്റ്റലുകളും കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹോസ്റ്റലിലും ഒരു കുറവ് അല്ലെങ്കിൽ ഒരു കൂടുതൽ നമുക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹോസ്റ്റൽ കിട്ടിയില്ല, ഈ ഹോസ്റ്റൽ കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നതയോ അല്ലെങ്കിൽ ആ ഹോസ്റ്റലിലാണ് ഞാൻ പ്രതീക്ഷിച്ചത് അവിടെ കിട്ടിയില്ലല്ലോ എന്നുള്ള വേവലാതിയും അതിൻ്റെയും ആവശ്യമില്ല. കാരണം എല്ലാ ഹോസ്റ്റലുകളും ബെർലിനിൻ്റെ തന്നെ നിയന്ത്രണത്തിൽ കൃത്യമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സിസ്റ്റം അനുസരിച്ചാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ബെർലിനിൻ്റെ വൈറ്റ് ഹൗസ്. വെള്ളാന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ള കോട്ടിട്ട് സ്റ്റെതസ്കോപ്പ് ഇട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നു. 500-ലധികം കുട്ടികളെ അഫോർഡ് ചെയ്യാൻ സൗകര്യമുള്ള അതിവിശാലമായ ഹോസ്റ്റൽ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയുടെ തന്നെ പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ജീവിച്ച വിദ്യാർത്ഥികൾക്ക് ഒരേ മനസ്സുമായി ഒരുമിച്ച് പഠിച്ച് അവരുടെ ലോകത്തേക്ക് ചെന്നെത്താൻ ഞങ്ങളുടെ ഹോസ്റ്റൽ അന്തരീക്ഷം തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കൊട്ടാരം ക്യാമ്പസിൽ നിന്ന് പാലയിലേക്ക് പോകുന്ന പാല ബൈപ്പാസിന് അടുത്ത് നമ്മുടെ അടുത്ത ഹോസ്റ്റൽ ഫാത്തിമ. ഈ ഹോസ്റ്റലിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകത കാണുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ വാഗമൺ മലനിരകളാണ്. എന്ന് പറഞ്ഞാൽ വാഗമണിൻ്റെ തൊട്ട് താഴെയല്ല, വാഗമൺ മലനിരകൾ ഇവിടെ നിന്നാൽ കാണാം. ഇത്രയും പ്രശാന്തമായ വലിയൊരു ഭയങ്കര ഒരു ആംബിയൻസ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന കുട്ടികൾക്കും അത് തന്നെ ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. ബെർലിൻ സ്റ്റഡി സെന്ററിന്റെ കൊട്ടാരം ക്യാമ്പസിന് തൊട്ടടുത്തുള്ള ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഗ്ലെൻ അപ്പാർട്ട്മെന്റ്സ്. കൊട്ടാരം ക്യാമ്പസ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ABCD ബ്ലോക്കിന് ശേഷം ബെർലിനിന് ഏറ്റവും അടുത്ത് തന്നെയുള്ള മറ്റൊരു ക്യാമ്പസാണ് കൊട്ടാരം ക്യാമ്പസ്. കൊട്ടാരം ക്യാമ്പസിന് അടുത്തുള്ള ഗ്ലെൻ അപ്പാർട്ട്മെന്റ്സ്. നമ്മുടെ റോസ് ഹോസ്റ്റൽ ഡയമണ്ട് ബ്ലോക്ക്, അതായത് D ബ്ലോക്കിന്റെ തൊട്ട് മുന്നിലുള്ള റോഡ് ക്രോസ് ചെയ്ത് ഏറ്റവും അടുത്ത് എത്തുമ്പോഴുള്ള ഹോസ്റ്റലാണ് നമ്മുടെ റോസ് ഹോസ്റ്റൽ. അടുത്ത നമ്മുടെ കുറുമുണ്ട അപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ നേരത്തെ റെസിഡൻസ് കുറുമുണ്ടയാണ് കണ്ടത്. ഇത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് കുറുമുണ്ട അപ്പാർട്ട്മെന്റ്സ്. ഇത് നമ്മുടെ D ബ്ലോക്കിനടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മന്നുശ്ശേരിയിൽ ഹോസ്റ്റൽ. അപ്പോൾ മന്നുശ്ശേരിയുടെ മുൻപിലാണ്, ഗേറ്റിന് മുമ്പിലാണ് ഞാനുള്ളത്. ഇത് ഞങ്ങളുടെ വന്ദന ഹോസ്റ്റൽ. ഒരു പക്ഷേ അടുത്ത ഒരു വർഷം ഞങ്ങൾ എവിടെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്ന് ഈ യാത്രയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പാരഡൈസ് ഹോസ്റ്റലാണ് കേട്ടോ. ഇവിടെയും പണിയൊക്കെ നടക്കുകയാണ്, കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ്. പെയിൻ്റ് അടി നടക്കുന്നു, മറ്റ് പണികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആംബിയൻസ് ആണ് നിങ്ങളീ കാണുന്നത്. ഇത് ഞങ്ങളുടെ ഹണികോം ഹോസ്റ്റൽ. നമ്മുടെ പാലയ്ക്കും മുത്തോലിക്കും ഇടയിൽ കൊട്ടാരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ഹണികോം ഹോസ്റ്റലുള്ളത്. പേരിലുള്ള വ്യത്യസ്തത മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഹോസ്റ്റലിൻ്റേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും എല്ലാ ഹോസ്റ്റലും ബെർലിനിൻ്റെ ഒരുപോലെയാണെന്നുള്ള കാര്യം ഓരോ ഹോസ്റ്റലിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാനിപ്പോൾ വെള്ളാപ്പള്ളിൽ ഹോസ്റ്റലിന് മുൻപിലാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, പുതിയ കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു, പെയിൻ്റ് അടി നടക്കുന്നു. ഒരുപാട് ചേട്ടന്മാർ പണിക്കാരൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ച് എല്ലാം അവർ ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് പുതിയ കുട്ടികൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പല ഹോസ്റ്റലുകളിലും ആ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ദേ വെള്ളാപ്പള്ളിയിലും അതിനുവേണ്ടി തയ്യാറെടുക്കും. ഞങ്ങളുടെ സെൻറ്റ് തോമസ് ഹോസ്റ്റലിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊട്ടാരം മറ്റത് തന്നെയുള്ളൊരു ഹോസ്റ്റലാണ് സെൻറ്റ് തോമസ് ഹോസ്റ്റൽ. ഇവിടെയും ഈ പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ടിൽ മീനച്ചിലാറ് കാണുന്നുണ്ട്. വളരെ നല്ലൊരു ആംബിയൻസ്. ഒരു പക്ഷേ ഇന്നത്തെ യാത്രയിൽ വളരെ കുറച്ച് ഹോസ്റ്റലുകൾ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഒരു പരിധിവരെ ഞങ്ങളുടെ രക്ഷിതാക്കളുടെയും അതുപോലെ കുട്ടികളുടെയും ആശങ്കയ്ക്ക് മറുപടി കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് സൗകര്യമാണോ കിട്ടുന്നത് അതിലുപരി ഒരുപക്ഷെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ റെഫർ ചെയ്യാനുള്ള ബുക്കുകളുടെ കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഒരു ഡൗട്ട് വന്നാൽ ചോദിക്കാൻ അധ്യാപകർ ഇല്ലായിരിക്കാം. അതുപോലും കവർ ചെയ്തുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾക്ക് പുസ്തകങ്ങൾ പഠിക്കാനുള്ള ലൈബ്രറി, നിങ്ങളുടെ വീട്ടിൽ എന്ത് അറ്റ്മോസ്ഫിയറാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ ശാന്തതയോടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി റൂം, അല്ലെങ്കിൽ പല ഹോസ്റ്റലുകളും നിങ്ങൾ കണ്ടതാണ്, ഒന്ന് പുറത്തിറങ്ങിയിരുന്ന് പ്രകൃതിയുമായിട്ട് ചേർന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, വാർഡന്മാർ, ഓരോ ഫ്ലോറിലും ഓരോ വാർഡന്മാർ,
അതുപോലെ ഫുഡ് മെനു ഏറ്റവും ഹൈജീനിക് ആയിട്ട്, അതുപോലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കപ്പെടുന്ന ഒരു ഫുഡ് മെനു. അതിനെല്ലാം ഉപരി സെക്യൂരിറ്റി സർവീസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രികളിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഏറ്റവും അടുത്ത് തന്നെ എമർജൻസി ഡോക്ടർ സപ്പോർട്ട്, ഹോസ്പിറ്റൽ, അതുപോലെ എപ്പോഴും നിങ്ങൾക്ക് എന്താവശ്യത്തിനും ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്ന ഈ സെൻറ് തോമസ് ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്ന് പോലും രാവിലെയും വൈകുന്നേരവും അതുപോലെ റെഫറൻസ് ഉള്ള ദിവസങ്ങളിൽ റെഫറൻസിനനുസരിച്ചും കുട്ടികളെ കൃത്യമായി ക്യാമ്പസിലേക്ക് എത്തിക്കാനും ക്യാമ്പസിൽ നിന്ന് തിരിച്ചെത്തിക്കുവാനുമുള്ള ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി. അങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു കുട്ടിയെ ഹോസ്റ്റലിലേക്ക് എത്തിക്കുമ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ ആശങ്കകളാണോ നിങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ ഒരു ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ നമ്മുടെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിച്ചു വന്നിട്ട് പെട്ടെന്നൊരു പുതിയ ആംബിയൻസിലേക്ക് മാറുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ആകുലതകളെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ആർത്തലയ്ക്കുന്ന തിരമാലകൾ പോലെ പ്രക്ഷുബ്ധമായ മനസ്സുമായിട്ടായിരിക്കണം പല പാരൻസും ഒരു കുട്ടിയെ പുതിയൊരു സെൻറ്ററിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, അല്ലേ? പക്ഷെ നോക്കൂ, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മീനച്ചിലാറാണ് എൻ്റെ തൊട്ടു പുറകിലുള്ളത്. ഇതേ ശാന്തതയോടെ നിങ്ങളുടെ കുട്ടികൾക്കും ഒഴുക്കിനനുസരിച്ച് നീന്തി അവരുടെ ആഗ്രഹങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയും. അത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.